അതിനപ്പുറത്തോട്ട് പോവാ. അയ്യോ എന്തൊക്കെ കാണിച്ചു വിടണമെന്ന് தெரியும். കൃഷ്ണനാണ് നിർത്തുക. നിൽക്കുന്ന മാവേലിക്ക് ചുറ്റും ആൾക്കാർ കൂടെ ബാക്കിയുള്ളൊരു സ്ക്രീനിൽ നിന്ന് മാറും. മാവേലിക്ക് ചുറ്റും ആളുന്നില്ലേ? മനസ്സിലായല്ലോ? നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ അവിടുത്തെ ഒരു ഷോട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കളിയടിച്ച് സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു? കുറെ പേര് ഒരു മാവേലി നടുക്കും ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് കുറച്ച് കുട്ടികളായിട്ട് ആ ലിഫ്റ്റ് കയറി നിങ്ങൾ എവിടെ പോകുന്നു? നാലാമത്തെ നിലയിലേക്ക് പോകുന്നു. നാലാമത്തെ നിലയിലാണ് ഗിഫ്റ്റ് ചോദിക്കാനോ? ഫുള്ള് വൈകാട്ടെ, എനിക്ക് കണ്ടന്റ് ആണ്. ഇവിടെ അടുത്ത ഷോട്ടാണ്. അതായത് നിങ്ങൾ എല്ലാവരും സംസാരിച്ച് കയറി വരുന്നതായിട്ടാണ്. എടാ നിനക്ക് കിട്ടുമല്ലോ. ഇത് സംഭവം റീൽസ് ഷൂട്ടിംഗ് പരിപാടി. അപ്പൊ അതിന്റെ കൂടെ എന്റെ കണ്ടന്റ് നടക്കുന്നു. എടാ ബാക്ക് നീ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മാവേലിയാവട്ടോ. ഇതിനു വേണ്ടിയാണ് നേരത്തെ ഞാൻ മുതലാക്കിയാണ്. മാവേലിയല്ല അവസരം മുതലാക്കുന്നത്. അവസരം മുതലാക്കും. വീഡിയോ നെരുങ്ങി നിൽക്കണേ. ക്ലോസ് ചെയ്ത് എത്താനായിട്ട് ഒരു വിളി എന്തെങ്കിലും വിളിച്ചോ? അവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കും. മാവേലിയാണ് മറക്കണ്ടേ? ഓടിക്കാറ ഈ ലിഫ്റ്റില് നോക്കി നിന്ന് തന്നെ എനിക്ക് ഷോട്ട് ഒന്നും കിട്ടൂല. ഞാനിതാ ഓടിക്കാറ്. അടുത്ത ഓണം ഫ്ലോർ എത്രയായി? എടാ ഫ്ലോർ എണ്ണിക്കോ? ഇപ്പം കൃഷ്ണനെ നടന്നു വന്നൂടായിരുന്നു. കൃഷ്ണനെ പോലെ മാവേലി വരും. വേണ്ട ഓരോ ക്ലാസ്സിൽ കയറുമ്പോ ക്രൗഡായിട്ട് എല്ലാ ക്ലാസ്സിലും പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. വേറെ ഇവിടെ അവ ആർപ്പ് വിളിക്കുമ്പോൾ ഇവിടെ എല്ലാവരും കൂടുന്നതായിട്ടാണ് സിറ്റുവേഷൻ നിൽക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ആർപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോന്നെയാണ് നടന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണം. അപ്പൊ ഇവിടെ നിന്നുള്ള കുറെ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നത് ഒതുങ്ങി മാറുകയാണ്. ഒതുങ്ങി മാറുമ്പോ ഇവ ഇങ്ങനെ നടന്നു വരുന്നു, ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ വന്ന് നിൽക്കുമ്പോ ഒരു പോസ്റ്റർ അവന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അടുത്ത പോസ്റ്റർ എല്ലാവരെയും മുന്നിൽ ഇങ്ങനെ കാണിക്കും. അതാണ് വേണ്ടത്. പിടികിട്ടിയോ? കൺജസ്റ്റായി ഇങ്ങനെ നിൽക്കണം. മനസ്സിലായോ? അവിടെ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നിന്റെ എൻട്രി വരുന്നത്. അപ്പൊ ഒതുങ്ങും ഇവിടെ. മനസ്സിലായില്ലേ? ഇതെന്താണ് ഇത്? ഇങ്ങനെ പരിപാടി എങ്ങനെ സംഭവം ഇങ്ങനെ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്? ആ കൊള്ളാം. അവൻ നിനക്കൊന്നും അറിഞ്ഞൂടെ? ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ സംഭവിക്കണേ എന്നുള്ളൊരു കൂടി നിൽക്കുന്നതായിട്ടുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ ഷോട്ട്. ഓക്കെ, അതിനുശേഷം പ്ലീസ് ശ്രദ്ധിച്ചേ. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോന്നാണ് മാവേലി വന്ന് നിൽക്കുന്ന മാവേലിയുടെ എൻട്രി ആണ്. നിങ്ങൾ ഇങ്ങോട്ട് വാ. എടാ പോണ്ട ഇവിടെ നിൽക്കുക. ഇങ്ങോട്ട് വാ. ഇറങ്ങി ലിഫ്റ്റിന്ന് ഇറങ്ങി. എടാ വാടാ, ഇറങ്ങിക്കോ. എടാ നോക്കിയേ പ്ലീസ്, ശ്രദ്ധിക്കേ. അപ്പൊ മാവേലി വന്നതായിട്ടാണ് അവിടെ ഇതാക്കുന്നത്. മാവേലി അവിടെ നിന്ന് വരുമ്പോ നിങ്ങളുടെ ആ ഒരു എനർജറ്റിക് ആയിട്ട് നിന്നിട്ട് ഇവൻ ആർപ്പോ എന്ന് വിളിക്കുമ്പോ എന്ത് ചെയ്യണം? ഇറോ എന്ന് പറയണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേടാ?
നിങ്ങളൊക്കെ ഏത് ബാച്ചാ? നിങ്ങൾ ഏത് ബാച്ചാ? ഇൻട്രാ ഫൗണ്ടേഷൻ. അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. ഇതിലെടുത്ത് തീക്കണം. ലാസ്റ്റ് ടേക്ക് ആക്ഷൻ. വീഡിയോ എടുത്ത് അത്യാവശ്യം ആവശ്യമുള്ള വീഡിയോസ് ഒക്കെ എടുത്തു. എന്താ പറയാ, കൊണ്ടുപോയി. ഓ ഇനി ക്ലാസ്സുകളിൽ പോണേ. അങ്ങനെ എന്തൊക്കെയോ ആക്കി എടുത്തു, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓവർലോഡ് പുറത്ത് നിൽക്കുകയാണ്. ബാക്കിൽ നമ്മള് ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കണം. തിരിച്ചു പറഞ്ഞ ആരെങ്കിലും ഫസ്റ്റ് ഫ്ലോർ 1, 2, 3 എല്ലാം അടിച്ചു വന്നോ. അയ്യോ അയ്യോ നാട്ടൂര് ഇതിന്റെ ഇവിടെ. അയ്യോ നാട്ടൂര് നീക്ക് ആളുണ്ട്. കുഴപ്പമില്ല, നമ്മൾ രക്ഷപ്പെടും കേട്ടോ. എന്തായാലും അവര് വരെ ലിഫ്റ്റ് വരുത്തി സംഭവം. എടാ അതങ്ങനെയാണോ പെട്ടെന്ന് ഓവർലോഡായത്? എനിക്കറിഞ്ഞൂടാ. പിള്ളേരെ അലപ്പല്ലേടാ ഇന്ന് കേക്കണ. എടാ നിങ്ങള് പോയില്ലേ? സൗണ്ട് അല്ലേടാ. ശരിക്കും നമ്മളാണ് രക്ഷപ്പെട്ടത്. എടാ ഇതൊന്ന് തള്ളിയിടാ. ഇത് നീക്ക്, നമുക്ക് ഇതിലിറങ്ങാം. നടന്നു വരാൻ പറ്റും. എടാ നിങ്ങളെ പോയോ? ഹലോ, ഈ കൊച്ചിന്റെ ഫോണിൽ അവര് പോയി. ഗൈസ് നമ്മൾ കേറിയപ്പോ ഇത് ഓവർലോഡ് അല്ലായിരുന്നു. പക്ഷെ ഇത് മേളിലെത്തിയപ്പോഴത്തേക്ക് വളരെ രണ്ടാമത്തെ ഫ്ലോർ എത്തിയപ്പോ ഓവർലോഡ് എന്ന് കാണിക്കും. ഇപ്പം താഴോട്ട് പോയാലും മേലോട്ട് പോകാൻ പറ്റാതെ നമ്മൾ ഇവിടെ പെട്ടുപോയി. അതിന്റെ ഇടയിൽ ഒരു കൊച്ചു ചേട്ടാ പോണ്ട ഇവിടെ നിൽക്കും ചേട്ടാ. അവരിലേക്ക് നമ്മളിവിടെ വിട്ടുവെന്ന് വിചാരിക്കും. നമുക്കിനി താഴെ പോയില്ല. പ്രാങ്ക് സർപ്രൈസ്. അങ്ങനെ വന്ന് എവിടെ എങ്ങനെ ആവട്ടെ. അവരെല്ലാം താഴെ നിൽക്കൊണ്ടായിരിക്കും. ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾ നാളെ കാണുമല്ലോ എല്ലാരും. ഞാൻ വ്ലോഗ് എടുക്കും, വിളിക്കും. എല്ലാരും വരണം. ഒരുമിച്ച് ഒരാൾക്കൂടെ എന്തെങ്കിലും വേണം. എന്തായാലും ഞാൻ അവിടെ തന്നെ കാണും. യൂട്യൂബ് ചാനൽ പേരെന്തോ? ഇവിടെ സ്ഥലം ഇവിടെ ട്രിവാൻഡ്രം തന്നെ. ഇവിടെ പത്തനംതിട്ട. ഞാൻ കുറച്ച് നാൾ പത്തനംതിട്ട കോന്നി. കളിക്കുന്നു. ഇത് മണ്ടേ വരെ പോയിട്ട് തിരിച്ചു വരാമോ? ഓവർലോഡ് ആയി പോയി. അയ്യോ, നമ്മുടെ ജീവന് വിലയില്ലേ? വൈകുന്നേരം അങ്ങോട്ടോ നമ്മൾ ഇവരും എല്ലാം ചെയ്യായിരുന്നു.
എടാ എന്റെ വണ്ടിയുടെ താക്കോല് എവിടെയാടാ? അത് നീ കളഞ്ഞ എടാ ഞാൻ വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട താക്കോല്. എടാ എന്റെ വണ്ടി മാവേലിയെ കണ്ട ഉടനെ ഞാൻ വണ്ടി അവിടെ നിർത്തിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ. വണ്ടിയുടെ കീ എടുത്തില്ല, വണ്ടിയിൽ തന്നെ ഇരിക്കുക. എവിടെയാ? അപ്പുറത്തോ? അവിടെ ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ് ഏതാ? എനിക്കറിയാ. ക്ലാസ്സിൽ ആദ്യം പരിചയപ്പെടുത്തു, പരിചയപ്പെടുത്തു ക്ലാസ്സിൽ. എടാ എന്താണ് നിങ്ങളെ അർത്ഥം എന്തായി? നിങ്ങളെ CS അല്ലേ? CS ബാച്ച്. ഓക്കെ ഓക്കെ, ഇട്ടു കുഴപ്പമില്ല. ഡിസൈൻ എന്തോ നിങ്ങൾ വേറെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിന് പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ? പ്രോഗ്രാം ഉണ്ടോ? അതാ നാളത്തെ പ്രോഗ്രാമിന് സ്പെഷ്യൽ പ്രോഗ്രാം. ഓക്കെ ഓക്കെ. ആരാ മങ്ക? കൂടെയുള്ള മങ്കയാരാ? കൂടെ നാളത്തെ മങ്ക. പിന്നെ സോങ് ഉണ്ടോ? ഒറ്റയ്ക്ക്. ഓക്കെ നടക്കട്ടെ, വരാം. അയ്യോ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി ഞാൻ. ഇതേത് വെച്ചത് നിങ്ങളോ? ഇന്ത്യ. ഇതാരാ? മീന. ബിലാൽ ആരാ? ബിലാൽ ആരാ? മെയിനാണോ? ഇവിടുത്തെ മെയിനാണോ? മെയിനാണോന്ന്? മെയിനൊന്നല്ല, നിന്റെ പോസ്റ്ററിനെ നല്ല അഭിപ്രായം. പോസ്റ്ററിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. ആരാ ചെയ്തത്? അതാ അവൻ. പോസ്റ്റർ കണ്ട് പുറത്ത് കണ്ടു. നിങ്ങളെ അത്തം ഫിനിഷ് ആയോ? ഓൾമോസ്റ്റ്. ഇനി ഉണ്ടോ? പുറത്ത് ഡിസൈൻ ഉണ്ടോ? വരച്ചതാണോ? ആരാ? എല്ലാം നീയാണോ മെയിൻ? നിങ്ങളെ ഈ ബാച്ച് ഏതാ? CMA കാറ്റോ? അപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഇന്ത്യയാണോ? പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്ന വെള്ളനാട് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ആരാ? വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇത്രയും വീഡിയോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറെ എടുത്തു. 4-5 പാർട്ടോ ഒരുപാടുള്ളതുണ്ട്. എടാ ഇത് ഈ എക്സാം അടുത്ത ഈ 2ാം തീയതി എക്സാമിന്റെ ഇടയിൽ ഞാൻ ഇത് എപ്പോഴും എഡിറ്റ് ചെയ്യും. എടാ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ എടുക്കുമ്പോ ഈ ഫോൺ ഇങ്ങനെ അല്ലാണ്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇത് കട്ട് ചെയ്ത് മാറ്റി ഇതിന്റെ ഇടയിൽ വോയിസ് നല്ല ക്ലിയർ ഉള്ള എടുക്കണം. വോയിസ് മാറ്റിട്ട് ഫോണിലാക്കുമ്പോഴേക്ക് അത് മൊത്തം മാറ്റിയിട്ട് ഇതിലെ നോയ്സ് ഉണ്ടല്ലോ, നോയ്സ് അഴക്ക സൗണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് അത് മാറ്റണം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് കണ്ടുപിടിച്ച് ഇടണം. ഒരു തലവേദന കേസാണ്. അപ്പം നമ്മൾ നേരെ ഗൈസ് ഈ താക്കോല് ഇവിടെ ഇരിക്കുകയായിരുന്നു. അതെ ഞാൻ നേരത്തെ ഇവിടെ മാവില് കണ്ട് പോയപ്പോ മതം മറന്ന് വണ്ടി ഇവിടെ വെച്ചിട്ട് വണ്ടി എങ്ങനെ കാണാൻ പോയെങ്കിൽ അമ്മ എന്നെ കുഞ്ഞുമായിരുന്നു. പിന്നെ നേരെ നമ്മുടെ ലക്ഷ്യയിലോട്ട് പോവാം, നമ്മുടെ ബിൽഡിങ്ങിലോട്ട് പോവാം. ആ ബിൽഡിങ്ങിൽ ഇനി ഹെൽമെറ്റ് കിട്ടും. ഓക്കെ ഇനി നേരെ നമ്മുടെ ബിൽഡിങ്ങിലോട്ട് പോകണം. അവിടെ ചെന്നിട്ട് എന്തായാലും 3:30 കഴിയുമല്ലോ, 3:30-4 മണിയാവും ഇത് കഴിയാൻ വേണ്ടി. അപ്പോഴും ആദർശമായിട്ട് വരുമ്പം നമുക്ക് അവരോട് വരാല്ലേ? ഓക്കെ, അങ്ങനെയാണ് പ്ലാൻ ചെയ്യണം. അവർ വരാം. അപ്പം ഇപ്പൊ ഇവരെ കണ്ടവരുടെ ഫൈൽ അർത്ഥം ഇല്ല. ഞാൻ എന്തായാലും ഞാൻ ചട്ട് കഴിച്ചില്ല. എപ്പോഴും അർത്ഥം വെരിഫൈ പോണം നോക്കാൻ വേണ്ടി. അവരിട്ടോ അപ്പൊ വിളിക്കണേ, കണ്ടിന്യൂസ് എടുക്കാൻ വേണ്ടി. അല്ല ഇപ്പൊ അവരിട്ടോണ്ട് നിക്കണേ ഉള്ളൂ. 4 മണി. മന്തി എവിടാ? നീ മന്തി വാങ്ങിച്ചു തരാൻ മന്തി വരും, ഉടനെ വരും. ഇപ്പൊ വേണ്ടോ? ശരി, സൈഡിങ്
അപ്പുറത്തോട് രക്ഷയില്ല കേട്ടോ. ക്ലാസ് ബിൽഡിംഗ് എല്ലാം ഉണ്ട്. എല്ലാം വെട്ടിപ്പൊളിച്ച് അങ്ങനെ ആക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതാ. എല്ലാ ക്യാമ്പസും ഒരേ ലെവലിൽ 10-11 അത്രയും ടൈമിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സാധാരണ 24-ാം തീയതി 22-ാം തീയതി 20-ാം തീയതി ഒക്കെ തരാം. പക്ഷെ ഇത്തവണ എല്ലാരും പാസ്സാവും 100%. സാറിന് ഓണം എവിടെ ആയിരിക്കും? ഓണം ഓണം നല്ല വീട്ടിലായിരിക്കും. നല്ല മട്ടൻ ബിരിയാണി. യെസ്, നല്ല മട്ടൻ ബിരിയാണി. ബാക്കി എല്ലാരും ഓണത്തിന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്നിലല്ലേ വഞ്ചേ ലാഭത്തിന്. താങ്ക് യു സോ മച്ച്. മെന്ററിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. എന്താ പറയൂ? മെന്റർ എന്തെങ്കിലും പറയും. നല്ല ബാച്ചായിരുന്നു. എസ്പെഷ്യലി എനിക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന അസ്മീലിന്റെ ഒക്കെ ബാച്ചായിരുന്നു. അസ്മീലും പറയണമെന്ന് തോന്നുന്നു. സമയത്ത് ക്ലാസ്സിന് വരുത്തുമില്ല. എങ്ങനെ ഒരു പയ്യ അലമ്പണമെങ്കിൽ ഇവന്റെ അടുത്ത് ചോദിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം ഇവൻ പഠിക്കും. ഇവൻ നല്ല കുട്ടിയാണ്. ഇവൻ പഠിച്ച് പാസ്സാവും. നല്ല മാർക്കോടെ പാസ്സാവും. നമുക്ക് എന്താണ് SBR ഇപ്രാവശ്യം 100% പാസ് പെർസെന്റേജ്. സാറിന് എന്തെങ്കിലും ഓഫർ ചെയ്യാൻ എന്തെങ്കിലും ഓഫർ ചെയ്യാൻ? എടാ 100% അടിച്ചാൽ ഒരു സ്റ്റോറി ഇടാം. 100% അടിച്ചാൽ ഒരു ഗ്രാൻഡ് ട്രീറ്റ്. അതായത് ഓണപരിപാടിയുടെ ഇടയിൽ SBRന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. SBRന്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പായി. അപ്പൊ അത് കഴിച്ച് ഇതുവരെ എടുത്ത വീഡിയോ റെക്കോർഡ് അല്ല. ഇപ്പൊ ഇവിടെ വന്ന് ഇത്ര പേമരിക്കുന്നു. അപ്പൊ ഞാൻ പറയരുത്, അതായത് ഇന്ന് SBRന്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഇന്ന് SBRന്റെ ക്ലാസ് കഴിഞ്ഞ് അപ്പം അവരുടെ കേക്ക് മുറിയിൽ പരിപാടി ഉണ്ട്. അതാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അവരുടെ ക്ലാസ് കഴിഞ്ഞ് അപ്പൊ അതിന്റെ കണ്ടുകൊണ്ടാ ഓണത്തിന്റെ അവിടെ ഈ വീഡിയോ ഒക്കെ എപ്പോ എഡിറ്റ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ എന്നാലും കുറെ വീഡിയോസ് എടുത്ത് ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കഴിയണം. ഇനി 4:30 ആകുമ്പം നമ്മൾ ഈ ഇപ്പം കണ്ട അത്തങ്ങളില്ലേ, ഈ അത്തങ്ങളെല്ലാം റെക്കോർഡിങ് ഈ അത്തങ്ങളെല്ലാം റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകണം. റിവ്യൂ ചെയ്തിട്ട് ഇത് കോമ്പറ്റീഷൻ പോലെയാണ്. ആര് ജയിക്കുന്ന പക്ഷെ അത്തങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, കിടിലൻ ഡിസൈനും കിടിലൻ ഇതാണ്. ഇനി പോയി 4:30 പോയി അത് കാണാം, എങ്ങനെ ഇരിക്കുമെന്ന് അത് കാണാം. രണ്ടേര് ബാക്കിയെടുക്കാം. ഞാൻ 4:30 ആകുമ്പോൾ അങ്ങോട്ട് എടുക്കാം, ബാക്കി എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഒരു വീഡിയോസ് ഉണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫാക്കൽറ്റീസിന്റെ വീഡിയോസ്. അവർ പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഞാൻ നേരെ സ്പെൻസറിൽ പോവാണ്, മറ്റേ ബിൽഡിംഗ് പോകണം. അതായത് അവിടെ നമ്മുടെ 10 തൊട്ടില്ല. അപ്പൊ 10 തൊട്ട് എൻ്റെ ബാക്കി പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് എൻ്റെ ഫോണാണെങ്കിൽ ചാർജറും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. എടാ നിങ്ങൾ ബാച്ച് ഏതാണോ? ബാച്ച് ഏതാ? CA ഫൗണ്ടേഷൻ ഏപ്രിൽ ബാച്ചിന്റെ കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ നല്ല രസമുണ്ട്, സിമ്പിൾ ആയിട്ടുണ്ട്. ഇവരാണ് ഇതിന്റെ പിന്നണി പ്രവർത്തകർ. എത്ര ടൈം എടുത്തു ചെയ്തപ്പോ? എത്ര ടൈം എടുത്തു? നിങ്ങളെന്ത് ചെയ്തു? അതാണ് വരച്ചത്. ഓരോ ക്ലാസ് ആയിട്ട് നമ്മൾ കയറി നോക്കിയാണ്. അടുത്ത ക്ലാസ് റിവ്യൂ ആയിട്ട് വരുന്നത്
CMAUS ജൂലൈ ബാച്ച്. വരച്ചത് ഗൗരി. ചുമ്മാ ചോദിക്കുന്നുള്ളു. ഞാൻ വരച്ചതായിരുന്നു. കുറച്ചുകൂടെ വരച്ചു, കുറച്ച് ഞാൻ വരച്ചു, പയ്യൻ വരച്ചു. മെയിൻ ഒരാളുണ്ടായിരുന്നു, ട്രെയിൻ കിട്ടില്ല. ഒരുപാട് ടൈം എടുത്താ? 2 to 3 hours. ആ ബാച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അടുത്ത ബാച്ച് എവിടെ എത്തുണ്ടോ? ഇത് ജിസി മാമിന്റെ പിള്ളേരായിരിക്കും. ജിസി മാമിന്റെ പിള്ളേരാണ്. എന്റെ മക്കളെ കഥകളി വരച്ചതാ. ഫ്രണ്ട് ചെന്നോക്ക് അപ്പൊ കഥകളി എന്ന് മനസ്സിലാവും. ബികോം ഇത് ജിസി മാമിന്റെ പിള്ളേരാണ്. എന്റെ ബികോം CMAUS ആണ്. എനിക്ക് 3 CMAUS ഉണ്ട്, ഒരു CA ഇന്റർ ഉണ്ട്. ഇത് നമ്മളെ പുതിയ ബാച്ചാ ബികോം CMAUS. എന്താണ് പറയാനുള്ള പിള്ളേർ? നല്ല പിള്ളേരാ. അപ്പൊ എങ്ങനെയുണ്ട് പിള്ളേർ? അത് കുറച്ച് പേരാ ഉള്ളൂ. ഒരു 32 പേരുള്ള ഒരു ബാച്ചാ. അപ്പൊ ഇത്രയും അവരിട്ടില്ലേ? ഓക്കെ. ഇപ്പം ഇത് CMAUS. ഓക്കെ, അടുത്ത ബാച്ച് സീന. അടുത്ത ബാച്ച് കിട്ടില്ല ഇവിടെ ആയിരിക്കും. വരച്ചതാരാടാ? വരച്ചതാരാ? കൊള്ളടാ, കഥകളി കൊള്ളാം. വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. നമ്മൾ മേലത്തെ ക്ലാസ്സിൽ റിവ്യൂ ചെയ്തോണ്ടിരിക്കുന്നു. രണ്ടുപേരും അർത്ഥം വരച്ചത്. അടുത്തത് ഓരോ ബാച്ച് ആയിട്ട് എടുത്തോണ്ടിരിക്കണം. ജസ്റ്റ് കുഴപ്പമില്ല. നിങ്ങളുടെ ബാച്ച് ഏത് ബാച്ച്? ഞാൻ നേരത്തെ MA ഏപ്രിലോ വരച്ചത്. ഓക്കെ, എല്ലാരും ഒരുമിച്ച് വരച്ചോ? ഇത് ബിലാൽ എന്നല്ലേ പറഞ്ഞു? ബിലാൽ എന്തി പോയ? നിങ്ങളെ ബാച്ച് ഏതായിരുന്നു? ബാബാ ലേഡിയാ പോയോ? എല്ലാരും എത്ര രൂപ പൂവായി? 10 അത്തം കണ്ടു. ഇഷ്ടപ്പെട്ട് 3 എണ്ണം കൊള്ളാം. കിട്ടില്ല, 3 അത്തം കിട്ടില്ല. ഗൈസ്, ആൾമോസ്റ്റ് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുള്ള് ഡണ്ണ് ചുട്ടാണ് നിൽക്കണത്. അപ്പൊ ഇനി പോകാൻ പോകുന്നു.